പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതത്തെ കൂടെ കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മനോഹരമായ പ്രഭാതത്തിൽ പെന്തക്കോസ്ത് മെസ്സഞ്ചറിൽ കൂടെ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും നമുക്കൊരു വേദഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 11-ാം വാക്യം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ദൈവത്തിന് സ്തോത്രം. ഈ ഒരാവശ്യം മനുഷ്യന്റെ മാത്രം ആവശ്യമല്ല, സകല ജാതികളുടെയും സകല വംശങ്ങളുടെയും ഈ ഭൂചരത്തിൽ ചരിക്കുന്ന അല്ലെങ്കിൽ ചലിക്കുന്ന സകല പ്രാണികളുടെയും എന്ന് പറഞ്ഞാൽ ആകാശത്തിലെ പറവകളുടെയും സമുദ്രത്തിലെ മത്സ്യങ്ങളുടെയും ഈ ഭൂമിയിൽ ഉള്ളതായ ഇഴജാതികളുടെയും മൃഗജാലങ്ങളുടെയും സകല പ്രാണികൾ, വൃക്ഷലതാദികൾ അല്ലെങ്കിൽ സസ്യങ്ങൾക്കെല്ലാം ഏതിലൊക്കെ ജീവനുണ്ടോ അവർക്കെല്ലാം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആഹാരം. രണ്ട് വിധത്തിലുള്ളതായ ആഹാരമുണ്ട്. ഒന്ന് ഭൗമികമായ ആഹാരം. കർത്താവ് പഠിപ്പിച്ചതായ ആഹാരം തീർച്ചയായിട്ടും അത് ഭൗമികമായ ആഹാരത്തിന്റെ കാര്യമല്ല. അങ്ങനെയെങ്കിൽ നാം ദിവസം തോറും നാളത്തേക്കുള്ള ആഹാരം സമ്പാദിക്കാത്തവരായി തീരണം. ദൈവത്തിന്റെ വചനത്തിൽ കർത്താവ് പറയുന്ന ശിഷ്യന്മാരോട് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, എന്നാൽ ഒരു നാളും നശിക്കാത്തതായ നിത്യജീവനാകുന്ന ആഹാരത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിപ്പീൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, കർത്താവ് ഇന്നത്തേക്കെന്നുള്ളതായ ഒരു വാക്ക് കർത്താവ് കൽപ്പിച്ചപ്പോൾ ആ ആഹാരത്തിന് എന്തോ വ്യത്യാസമുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. നോക്കൂ, മനുഷ്യൻ അധ്വാനിക്കുന്നതായ അല്ലെങ്കിൽ നമ്മുടെ കഴിവിനാൽ നാം സമ്പാദിച്ചു വയ്ക്കുന്ന ആഹാരത്തിന് വ്യത്യാസമുണ്ട്. നാം നാളേക്കായി കരുതുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്നു, ജോലി ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, ധാരാളം പ്രോപ്പർട്ടികളൊക്കെ ഉണ്ടാക്കുന്നു, ബാങ്കിൽ നല്ല ബാലൻസ് ഉണ്ടാക്കുന്നു, നമ്മുടെ കയ്യിൽ ജീവിക്കാനുള്ള വഴികൾ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും തലമുറകൾക്കും കുടുംബത്തിനും വേണ്ടിയുമൊക്കെ സമ്പാദിച്ചു വയ്ക്കുന്നില്ലേ? അങ്ങനെ സമ്പാദിച്ചു വയ്ക്കുന്നവരും കാണാപ്പാടമോ അല്ലാതെയോ കർത്താവ് പഠിപ്പിച്ചതായ പ്രാർത്ഥന അവരുടെ ഒരു കടപ്പാടെന്നതുപോലെ അവരങ്ങ് ചൊല്ലി തീർക്കുന്നു. എന്നാൽ വേറെ ചിലർ അതിന്റെ സാരാംശങ്ങൾ വിശദമായി കർത്താവിനെ പറഞ്ഞു മനസ്സിലാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവ് ഉദ്ദേശിച്ചത് ഇതൊന്നുമല്ല. ഒരു ദിവസം മാത്രം നിലനിൽക്കുന്ന ഒരു ആഹാരത്തെ കുറിച്ചാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. അതിന്റെ അർത്ഥം മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിന് കൊടുത്തതായ മന്നയുടെ അനുഭവത്തിലേക്ക് മനുഷ്യനെ വിരൽ ചൂണ്ടുന്നതായ ഒരു അനുഭവം. നമുക്കറിയാം, ശിഷ്യന്മാർ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ആ കാലയളവിൽ പ്രാർത്ഥന എന്താണെന്ന് പോലും ശിഷ്യന്മാർക്ക് അറിയില്ല. യേശു രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ പിതാവിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ, ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അത് കണ്ട് വളരെ ആശ്ചര്യമായി പോയി. ഇങ്ങനെ ഒരു അനുഭവം അവർ പറഞ്ഞു കേട്ടിട്ട് പോലുമില്ല. പിതാവിനോട് സ്വർഗത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവർ സാധാരണ യാഗം കഴിക്കുകയും ആരാധന കഴിക്കുകയും ചില ചൊല്ലുകളൊക്കെ ചൊല്ലി പോവുകയും അല്ലാതെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടെന്നും ദൈവത്തോട് നമുക്ക് നേരിട്ട് വ്യക്തിപരമായി അപേക്ഷിക്കാമെന്നും അപേക്ഷിക്കണമെന്നും ശിഷ്യന്മാർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് അവർ കർത്താവിന്റെ അടുത്ത് വന്ന്, ഗുരു, ഞങ്ങൾക്കും പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെങ്കിൽ ആരോട് പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളെ കൂടെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ കർത്താവിന് വളരെ സന്തോഷമായി പോയി. അവരുടെ അപേക്ഷ കർത്താവ് സ്വീകരിച്ചു. അവരെ പഠിപ്പിക്കുവാൻ കർത്താവ് ഇതാ മനുഷ്യനും ദൈവവുമായി പിതാവും മക്കളും എന്നുള്ളതായ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരണമെന്ന് ആദ്യത്തെ വാചകത്തിൽ തന്നെ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അറിവാണ്. അതുവരെയും സ്വർഗസ്ഥനായ ദൈവത്തെ അല്ലെങ്കിൽ സ്വർഗത്തിലുള്ളതായ ദൈവത്തെ അങ്ങ് ദൂരെ നിന്നുകൊണ്ട് എലോഹീം എലോഹീം എന്ന് വിളിച്ചിട്ടുള്ളതാതെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പര്യായ നാമം വളരെ ബഹുമാനത്തോടുകൂടെ അടുത്തു വരുവാൻ കഴിയാത്തതായ വളരെ ബഹുമാനത്തോടും ഭയത്തോടും ദൈവത്തോട് പറഞ്ഞിട്ടുള്ളതല്ലാതെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവർ ഏറ്റുപാടുന്നത്. എന്നാൽ കർത്താവ് മുഖാന്തരം, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യനെയും ദൈവത്തെയും അപ്പനും മക്കളും എന്നുള്ളതായ ഒരു ബന്ധത്തിൽ കോർത്തിണക്കിക്കൊണ്ടാണ്
കർത്താവ് പ്രാർത്ഥന എന്നുള്ള ഒരു വസ്തുത ഈ ഭൂമിയിൽ മനുഷ്യനെ പഠിപ്പിക്കുവാൻ ഇടയായത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളതായ ഒരു വിഷയമാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തന്നിട്ടുള്ളത്. നോക്കൂ, രണ്ട് രീതിയിലുള്ള ആഹാരമുണ്ട്. ഒന്ന്, മനുഷ്യൻ അവരുടെ കഴിവിനാൽ, അവരുടെ ബുദ്ധിയാൽ, അവരുടെ ജ്ഞാനത്താൽ, അവരുടെ വിദ്യാഭ്യാസത്താൽ, അവരുടെ ആരോഗ്യം കൊണ്ടും ഒക്കെ അവർ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന ആഹാരം. അത് പല നാളുകളിലേക്കും പല ദിവസങ്ങളിലേക്കും ഒരു പക്ഷെങ്കിൽ നമുക്ക് സമ്പാദിച്ചു വെച്ചേക്കാം. എന്നാൽ കർത്താവ് നമ്മെ പഠിപ്പിച്ചതായ ആ ആഹാരത്തിന്റെ വിഷയം നശിച്ചു പോകുന്ന ആഹാരം, നിത്യജീവിങ്കിലേക്കുള്ളതായ ആഹാരം, മനുഷ്യപുത്രൻ തരുന്നതായ ആഹാരം, ദൂതന്മാരുടെ അപ്പം, അതിൽ ഒരു ദിവസത്തെ ആയുസ്സെ അതാത് ദിവസം പുതിയ പുതിയ മന്ന അവരുടെ ജീവിതത്തിൽ കൊടുക്കപ്പെടുന്നു. ഇന്നലെ വിളമ്പിയതായ മന്ന അല്ല ഇന്ന് കൊടുക്കുന്നത്. ഇന്നൊരു പുതിയ ജീവൻ, ഒരു പുതിയ സന്തോഷം, ഒരു പുതിയ വെളിപ്പാട്, ഒരു പുതിയ വഴി, ഒരു പുതിയ ആലോചന, ഒരു പുതിയ നിർദ്ദേശങ്ങൾ, ഒരു പുതിയ ഉപദേശം നിന്റെ ജീവിതത്തിൽ തരുന്നു എന്ന് കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. മനുഷ്യന്റെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഉള്ള ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. അവനതിന് സമ്പാദിച്ചു വയ്ക്കാൻ കഴിയത്തില്ല, അവനതിന് ചരിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല, കൂട്ടിവയ്ക്കുവാൻ കഴിയത്തില്ല. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ഭൗമികമായ ആവശ്യങ്ങളെക്കുറിച്ചും ആഹാരത്തിന്റെ വിഷയത്തിലും കർത്താവ് വളരെ ബോധവാനാണ്. ഒരിക്കൽ ജനങ്ങളെല്ലാം വളരെ പുരുഷാരം കർത്താവിന്റെ മുൻപിൽ വന്ന് 3 ദിവസം വചനം കേട്ട് അവർ ക്ഷീണിച്ച് ഒരു ദിവസം അവരെ യാത്ര പറഞ്ഞ് വിടുകയിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയാണ്, ഫിലിപ്പോസിനോട് പറയാണ്, ഫിലിപ്പോസെ, നമ്മൾ ഇവരെ വെറുതെ വിട്ടുകളഞ്ഞാൽ ഇവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. ഇവർ 3 ദിവസമായിട്ട് ആഹാരം കഴിക്കാതിരിക്കുകയല്ലേ, നമ്മൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. അതിന്റെ അർത്ഥം ദൈവം മനുഷ്യന്റെ ബലഹീനതയെ അറിയുന്നു. അവന്റെ ശാരീരികമായ ബലത്തിനുള്ളതായ ആഹാരം അവന് ആവശ്യമുള്ളതെന്ന് കർത്താവ് അറിയുന്നു. അതിനാരും ചോദിച്ചിട്ടല്ല കർത്താവ് അങ്ങനെ പറഞ്ഞത്. ആ കൂടിയിരുന്നതായ പുരുഷാരം മുഴുവനും കർത്താവ് ചെയ്തതായ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ദൈവത്തിന്റെ വചനങ്ങളെയും ശ്രമിച്ചു പോകുകയിൽ ഞങ്ങൾക്ക് വിശക്കുന്നു, ഞങ്ങൾക്ക് ആഹാരം തന്നിട്ട് വേണം വിടാനെന്ന് അവരാരും തന്നെ പറഞ്ഞില്ല. അവർ പറയാതെ തന്നെ കർത്താവിന് മനസ്സിലായി അവർ ബലഹീനരാണ്, അവർക്ക് ആഹാരം ആവശ്യമാണ്, അവർക്ക് വെള്ളം ആവശ്യമാണ്. എന്നാൽ ഇതൊക്കെയും സ്വർഗസ്നായ പിതാവ് നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞു ചെയ്യുന്നതായ കാര്യങ്ങൾ നാം ചോദിക്കാതെ. അതാണ് കർത്താവിന്റെ വചനത്തിൽ പറയുന്നത്, നിങ്ങൾ ചോദിക്കാതെയും നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതായ നന്മകൾ. ദൈവം നമുക്ക് വേണ്ടി നന്മകൾ ഒരുക്കിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രയാസങ്ങളാണ്. നോക്കൂ, നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചിരുന്നാലും ശരി, ചിലരൊക്കെ ധാരാളം കൂട്ടിവെക്കുന്നുണ്ടല്ലോ, എന്നാലും അവരുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനത്തോടും കൂടെ ഒരു ദിവസം പോലും ആഹാരം കഴിക്കാൻ കഴിയത്തില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വരും, എന്തെങ്കിലും മനപ്രയാസങ്ങൾ ഉണ്ടാകും. ചിലത് സമ്പാദിച്ചതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെടുന്ന അനുഭവം. പലപ്പോഴും വ്യാകുലങ്ങളും പ്രയാസങ്ങളും അവരെ വേട്ടയാടുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവരിൽ നിലനിൽക്കുന്നതായ ഒരു ആഹാരത്തിന്റെ അടിസ്ഥാനം അവർക്കില്ലാത്തത് കൊണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും മനുഷ്യന് ജീവിക്കാൻ കഴിയുമെന്നുള്ളതായ ഒരു ദർശനത്തിലേക്ക് മനുഷ്യജാതിയെ കൊണ്ടുവരുമ്പോഴാണ് ദൈവത്തിന്റെ ഇഷ്ടം മനുഷ്യനിൽ സാധ്യമാകുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലും നിങ്ങളുടെ ജ്ഞാനത്തിലും നിങ്ങളുടെ ആത്മാവിലും പൊന്തി വരുന്നത് ഭൗമികമായ ഒരു ആഹാരത്തെക്കുറിച്ചുള്ളതായ ഒരു ആലോചനയാണെങ്കിൽ, ഒരു ജ്ഞാനമാണെങ്കിൽ, ഇന്ന് അതിനൊന്നൊരു വ്യത്യാസമാക്കി നിങ്ങളൊന്ന് കൊടുത്തു നോക്കൂ. ആത്മീക ആഹാരത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വീട്ടിലെ കലത്തിൽ എണ്ണയും മാവും കുറഞ്ഞു പോകാത്ത ഒരു അനുഭവം. എത്ര കഷ്ടതയിൽ കൂടെ നടന്നിരുന്നാലും ശരി, ഒരു സമൃദ്ധിയുടെ വചനം, ഒരു സമൃദ്ധിയുടെ ആത്മാവ് നിങ്ങളുടെ ഭവനത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നത് കാണാം. സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ മേൽ ചുറ്റിക്കെട്ടിക്കൊണ്ട് നിങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത് കാണും. എത്ര പരീക്ഷയിലും ഇല്ലായ്മയിലും ദാരിദ്ര്യത്തിലും ഉറച്ചു നിൽക്കുന്നതായ ഒരു അനുഭവം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് പഠിപ്പിച്ചതായ പ്രാർത്ഥന, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ എന്ന് പറഞ്ഞാൽ, ഇന്ന് നിനക്ക് കുറവായിട്ടുള്ളത്, നിനക്ക് അധ്വാനത്തിലുള്ള ഭൗമികമായ ആഹാരങ്ങളൊക്കെ നിനക്ക് ധാരാളം ഉണ്ടെങ്കിലും നിന്നിൽ ഒരു കുറവുണ്ട്. ആത്മീക ആഹാരം നിന്നിൽ കുറവ് വന്നിരിക്കുന്നു. കർത്താവിനോട് ചോദിച്ചു വാങ്ങുകയും അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അങ്ങനെയുള്ള ഒരു ആശയത്തിലേക്ക്, വെളിപ്പാടിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഭവനത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെ നിങ്ങളുടെ കണ്ണാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഗോഡ് ബ്ലെസ് യു.